हमने मेरे 2 डॉग हैं अमृतसर में, ये एक लैब्राडोर है और एक डोबरमैन है मैक्स, और लैब्राडोर है ब्राउनी। दोनों को ऑफ लीज के लिए हमने बुलाया था और बहुत बढ़िया मोनोमार्क जी ने बहुत बढ़िया ट्रेनिंग, ऑफ लीज ट्रेनिंग दे दी है और दोनों बहुत अच्छे से ट्रेनिंग हुए हैं। और मोनोमार्क जी ने 10 दिन लिए दोनों को अच्छे से ट्रेन करने के लिए। दोनों बहुत बढ़िया ट्रेनिंग हो गए मेरे, एंड आई एम वेरी वेरी सेटिस्फाइड। Go back. Chúc. Max. देवने बोलो Max को. Max. सिट बोलो। Sit. Good. ऑनली वाइब्रेशन की है तो पास में आ जाएगी। एक सेकंड पूछो उसको। Speak. Good. Sit. गुड। Yes. Good boy. हाई फाई। Speak. Speak. Sit. Good boy. Speak. Don't speak. Good. Sit. Max, sit. Sit. एक हाई फाई सेकंड। Second. ऊपर से हाथ ऊपर आ जाएगा उसका। क्यों बोलो। Cube. Second. सिट बोलो। Sit. और Second. सेकंड। गुड। Good. Second. Good. boy. स्लीप। Sleep. Max, sleep. बस। Max. Cube. Good boy. Sit. Max, sit. Sleep. 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 Good boy. ब्राउनी के पास में आ रहे, उसको नहीं देना, इतना ही है उसको टारगेट। इसको पास नहीं करना। अगले तो मस्त करता है, ये न ऐसा कर। यस क्यों बोलो अभी। क्यों बोल के देख। Cube. गुड। Good.
Sit. 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 Good boy. इसको फेंकना कैच पकड़ेगा. Yes, पकड़ेगा. क्यों? बाद में हमको पास में लेके जाने की ज़रूरत ही नहीं है, ऐसा थ्रो ही करना. Sit. Sit. Good boy. Good. Round sit. मैक्स को डाउन बोलो सर. Max down. 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 Good boy. स्लीप. Sleep. Max sleep. Good boy. Round. Sleep. 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 അപ്പോൾ നമ്മൾ 2 ഡോഗുകളെ വെച്ചിട്ടാണ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും കൂടുതലായിട്ട് ട്രീറ്റ് കിട്ടാനൊക്കെയുള്ള ജലസും പിന്നെ ഞാനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ കോൺസെൻട്രേഷൻ കുറച്ചൊക്കെ ഇതാവുള്ളതുണ്ട്. എന്നിരുന്നാലും ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യുമ്പോൾ പെർഫെക്റ്റാണ്. പക്ഷേ അവർ തന്നെ അത് നല്ല രീതിയിൽ രണ്ടാളും ഒരുമിച്ച് തന്നെ ഹാൻഡിൽ ചെയ്ത് ഇവർ ഭയങ്കരമായിട്ട് കടി കൂടി കളിക്കുക, ഭയങ്കര ഇറിറ്റേഷൻ ചെയ്യുക, അവിടെയൊക്കെ ഓടിൻ്റെ അടക്കുക. പിന്നെ ആ തല്ലുകൂടിയിട്ടുള്ള കളി ഏറ്റവും അവസാനം സീരിയസ് ആവും. ആ സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവുക, ഫുഡ് അഗ്രഷൻ, പർട്ടിക്കുലർ ഏരിയയിൽ ടച്ച് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം. മുമ്പ് പിന്നെ ഇവിടെ ബ്രഷ് ചെയ്യാൻ ഇവിടെ തൊടാൻ സമ്മതിക്കില്ല, അപ്പന്നെ കടിക്കാൻ നോക്കുന്നുണ്ടാവും, ഗ്രൗളി. പിന്നെ ഇവൻ കിടന്നുറങ്ങുന്ന സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി പോയിട്ട് നമ്മൾ പെറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിട്ട് ഒന്ന് കടിക്കും. അങ്ങനെയാണ് ഇവൻ്റെ ഒരു സ്വഭാവം. ആ ക്യാരക്ടർ വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന, അതായത് ഇപ്പോൾ 8 മാസമാണ്. അപ്പോൾ അതൊരു 1 ഇയർ 1.5 ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് വന്ന അതൊരു പ്രശ്നം, മേജർ ഇഷ്യൂസുകളാവാനുള്ള ചാൻസ് ഉണ്ട്. ഓണേഴ്സിനും ഹാൻഡ്ലേഴ്സിനൊക്കെ കടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ഡൊമിനൻ്റായി മാറും ഈ ഒരു ഏജിൽ ഇത്രയധികം ഡൊമിനൻസി ഡോഗ് കാണിക്കുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, എങ്ങനെയൊക്കെ ഇവൻ്റെ ക്യാരക്ടർ ആവാം, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവരെ ഓണേഴ്സിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. What happened, Babu? ഒരു അനക്കം കേട്ടാൽ മതിയിട്ടാണ് ഞാൻ അപ്പം ഒബ്സർവേഷനിലോട്ട് പോകും. നല്ല രീതിയിൽ തന്നെ ഗാർഡ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇവൻ്റെ ഫുൾ പ്രൊട്ടക്ഷൻ ട്രെയിനിങ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ഷൻ ട്രെയിനിങ് പെർഫെക്റ്റായിട്ട് ചെയ്തു വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ലോങ് പ്രോസസ്സാണ്. ഇപ്പോൾ നമുക്ക് ഇവന് ചെയ്യാൻ പറ്റുന്നത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും,
പിന്നെ എന്തെങ്കിലും ഇൻ ഫ്രണ്ട് ഓഫ് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇവൻ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവനെ പേടിപ്പെടുത്തുന്ന പോലത്തെയുള്ള സൗണ്ടുകൾ, ഇമോഷൻസുകളൊക്കെ വരാണെങ്കിൽ കൂടി ഡോഗിന് ബാക്കോട്ട് വരാണ്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഒപ്പം നിന്നിട്ട് മോട്ടിവേഷൻ ചെയ്യാനൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതിനനുസരിച്ച് ഇതിൻ്റെ ഓണേഴ്സും കൂടി അല്ലെങ്കിൽ ഹാൻഡ്ലേഴ്സും കൂടി നല്ല രീതിയിൽ അത് പ്രോസസ്സ് ചെയ്ത് കൊണ്ടിരിക്കുക. യങ് ഏജാണ്, 8 മന്താണ്. 1 ഇയർ 1.5 ഇയർ കഴിഞ്ഞാൽ ഇത് നമുക്ക് കൺട്രോളബിൾ അല്ലാണ്ടാവും. ഇപ്പോൾ നമ്മൾ കുറച്ച് ഫൗണ്ടേഷനുകളൊക്കെ ബേസിക് അഡ്വാൻസിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൺട്രോളബിളായിട്ട് ഗാർഡ് ചെയ്യുക, കൺട്രോളബിളായിട്ട് എന്തെങ്കിലും പോകുന്ന സമയത്ത് ഇത്രയധികം ഫോഴ്സ്ഫുള്ളി ഏതെങ്കിലും ഒരു ഒബ്ജക്ഷനിലേക്ക് ഡോഗ് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡോഗിനെ എടുത്തു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു ബൈറ്റ് ഉണ്ടായി അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ചെയ്യാണ്ട് ഡോഗിനെ റീകോൾ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ഇത് നമുക്കുണ്ടാവണം. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക വിത്ത് പ്രൊട്ടക്ഷൻ ട്രെയിനിങ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ ബൈറ്റ് ചെയ്യണം. ബൈറ്റ് ചെയ്ത് അപ്പം തന്നെ വിടാൻ പാടില്ല ഡോഗ്. ബൈറ്റിങ് കണ്ടിന്യൂസ്ലി നല്ല രീതിയിലാണ് ചെയ്തത്. ഒരു ബൈറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ഒരിക്കലും വിടാത്ത പോലെ ചെയ്ത് പഠിപ്പിച്ചെടുക്കുന്നതാണ് പെർഫെക്റ്റ് ഒരു പ്രൊട്ടക്ഷൻ ഡോഗിൻ്റെ ഒരു രീതി. അപ്പോൾ ആ രീതിയിൽ ഇവനെ പഠിപ്പിച്ചെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഒബ്ജക്ഷനിലേക്ക് ബൈറ്റിങ് കൊടുക്കണം. ആ ബൈറ്റ് നല്ല സ്ട്രോങ് ആക്കണം. അത് കഴിഞ്ഞ് ആ ഒബ്ജക്ഷൻ പല സർഫസുകളിൽ നോക്കണം. ഒരേ കിട്ടിയൊരു ഇതായിരിക്കില്ല, ഫസ്റ്റ് കൊടുത്ത ജൂട്ടായിരിക്കില്ല നമ്മൾ പിന്നീട് കൊടുക്കുക, ബൈറ്റ് സ്ലീവ് ആയിരിക്കില്ല നമ്മൾ പിന്നീട് കൊടുക്കുക. അതിൻ്റെ മേലെ ഷർട്ട് ഇടും, അല്ലെങ്കിൽ അതിൻ്റെ മേലെ ജാക്കറ്റ് ഇടും. പല ഇതുകളിൽ കൂടി നമ്മളത് ചെയ്ത് നല്ലൊരു ഡീകോയുടെ ഗൈഡൻസിൽ കൂടി അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിൽ കൂടിയാണ് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഡീകോയ് എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ടില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. ആ രീതിയിലാണ് ഷോർട്ട് ടൈം പീരീഡിലേക്ക് നമുക്കിത് തീർക്കാൻ പറ്റും. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഉള്ള ഒരു ഡീകോയ് ആയിരിക്കണം. അതുപോലെ തന്നെയുള്ള നല്ല സൂപ്പർ ഹാൻഡ്ലറും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഡോഗ് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് പോലും കിട്ടാതെ നല്ല രീതിയിൽ ഏൺ ചെയ്യും. അതാണ് ഞാൻ പറയണത്. सजा बाबू, तू उधर गिर जाएगा 100 के. നിനക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ട് മാക്സ്, നീ വീഴൂട്ടാ. നേരത്തെ അപ്പുറത്തെ വീണ നിലത്ത് വീണിട്ട് കിടക്കണേണ്ട ചിരി വരും. ഒറ്റ വീഴ്ച എന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങണു 4 കാര്യം മേലേക്കിട്ട്. നമ്മുടെ ഒപ്പം കിടന്നിരുന്നേ നല്ല ക്ഷീണമുണ്ട്. എന്നിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ തൊട്ടുണ്ടെങ്കിൽ ഉറങ്ങണ സമയത്ത് നല്ല കടിക്കാൻ നോക്കുന്ന ആളായിരുന്നു കേട്ടോ. കൂൾ ആൻഡ് പീസാണ് എൻ്റെ കുഞ്ഞുകുട്ടൻ. മൈ മാക്സ് നമ്മൾ കാലെടുത്ത വഴിക്ക് തന്നെയാണ് അവൻ ശ്രദ്ധ മാറ്റി ഒന്നേറ്റ. എത്ര ഉറങ്ങുകയാണെങ്കിലും ഒരു അനക്കം ഡോറിൻ്റെ അവിടെ കേട്ടാൽ ആ വലയിട്ടാണ്. പക്ഷെ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. ആളെ നിങ്ങളെന്ത് ചെയ്താലും നോ പ്രോബ്ലം. ഇതിൻ്റെ ഉള്ളിലൊരു ഗുണ്ടിട്ട് പൊട്ടിച്ചാൽ ആളാണെങ്കിൽ അതാണ് നമ്മുടെ ബ്രൗൺ.
പിന്നെ എപ്പോഴും നമ്മൾ പെറ്റ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഇവിടെ തലയമ്മ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. വലിയൊരു ക്ലാസ് തന്നെയുണ്ട്. ഇപ്പോൾ എൻ്റെ കൈ ഞാൻ മൂക്കിൻ്റെ അവിടെ വയ്ക്കാനാണ് സാധിക്കുക. പകുതി ഉറക്കത്തിലാട്ടോ നിങ്ങൾ വിചാരിക്കും ഉറക്കത്തിലല്ല, ഉറക്കത്തിലാണ്. ഓരോരോ അഭ്യാസങ്ങൾ ചെയ്ത് നിൽക്കണതാ. പക്ഷെ ഇവിടെ ഒരാള് നിങ്ങൾ അനക്കിക്കോ തൊട്ടോ ഇവിടെ ഈ റൂമിൻ്റെ ഉള്ളിൽ വരെ ഗുണ്ടിട്ട് പൊട്ടിച്ചവരെ എനിക്കില്ല. കണ്ടില്ല, ഇതൊക്കെ നീക്കുമ്പോൾ അടിയിൽ എത്ര സൗണ്ട് വരുന്നറിയാം. എന്നിട്ട് കണ്ണ് വരെ തുറന്നിട്ടുണ്ട്. വാലനക്കണ്ടാ. ओके सो जाओ भाई. ആദ്യം നന്ദി. നായകൾക്ക് ഉറക്കത്തിൽ പോലും നന്ദി ഉണ്ടാവും കേട്ടോ. ഗുഡൂസ് come boy. ഷോക്ക് അടിക്കുന്നു എനിക്ക്. ബെറ്റിലുണ്ട് ഇങ്ങനെ തൊടുമ്പോൾ ഷോക്ക് അടിക്കുന്നു. കുറേ വട്ടം എനിക്ക് ഉണ്ടാവും. ബസ്സിടാ ബസ് ബാബു. ക്രൈസി ഏതു അവൻ്റെ ലോയൽറ്റി ആയിട്ട് അവൻ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അവന് അത്രത്തോളം ഇഷ്ടമുണ്ട് എന്നോട്, അത്രത്തോളം ക്ലോസിൽ നിൽക്കാനാണ് ഇഷ്ടം. ഇപ്പം നമ്മളിങ്ങനെ നമ്മുടെ സ്നേഹപ്രകടനം കാണിക്കില്ല, അതിൻ്റെ ഇതാണ് ലിക്കിങ്ങൊക്കെ. ഉറക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഉറക്കമുളയ്ക്കാത്ത പോലെ ഇരിക്കുക. അല്ലോ ഉറങ്ങുക, ഞാൻ ഫോണിൽ ഇങ്ങോട്ടും ഉറങ്ങ കിടന്ന ഇങ്ങോട്ട് ഫോണിൽ. ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഏറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോട്ടാം. അപ്പോൾ ഇവൻ അലേർട്ടായിട്ടിരിക്കുക. പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോകണേ, എന്നെ കൂടി കൊണ്ടുപോകണേ. നമ്മളച്ഛനും നമ്മുടെ വീട്ടുകാരൊക്കെ ചെറുപ്പത്തിൽ പുറത്ത് പോകുന്ന സമയത്ത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കൊണ്ടുപോകണേ എന്ന് പറയില്ലേ. എന്നെ കൂടി കൊണ്ടുപോകും, എൻ്റെ കൂടി കൂടെ അച്ഛൻ ഞാനും കൂടി ഉണ്ട് അങ്ങനെ പറയില്ലേ. അങ്ങനെയാണ് അതിൻ്റെ റോള്. അപ്പോൾ പിടിച്ചങ്ങോട്ട് എടുത്തി കൊടുക്കുക. ഞാൻ പോവാനുള്ള മൂടേ ഇല്ല എന്ന് പറയാണ്. അപ്പോൾ കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഈ കാലാണ് ആൾക്ക് ഇൻഡിക്കേഷൻ. ഇതിവിടെ ഉണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇത് ഇവിടെ നിന്ന് നീങ്ങിയ അപ്പോൾ ആൾ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ പേടിക്കണ്ടെന്നുള്ള രീതിയിൽ ഞാൻ കാലൊക്കെ ഇങ്ങനെ മേത്തൊക്കെ ഇടുക. അപ്പോൾ അവൻ കൈയിടും, അതല്ല നോ പ്രോബ്ലം. അപ്പോൾ സ്നേഹം വീണ്ടും പ്രകടിപ്പിക്കണം. കണ്ട, ഓ ഐ ലവ് യു സോ മച്ച് യു ബസ്ര.
അവിടെ പൊസിഷന് മാറ്റമൊന്നുമില്ല ഇപ്പോഴും. ജമ്മു. പക്ഷെ ഇവൻ്റെ മേത്ത് നമ്മൾ കാല് വെച്ചില്ലെങ്കിലും ടച്ച് ചെയ്ത് വെച്ചില്ലെങ്കിലും ഇവനായിട്ട് തന്നെ നമ്മുടെ കാല് സേഫാക്കി വെച്ചോളൂ. അന്നങ്ങുണ്ടോയെന്ന് അറിയുക. അന്നങ്ങപ്പോൾ പക്ഷെ ഓട്ടോമാറ്റിക്കലി ഭയങ്കര അറ്റാച്ച്മെൻ്റായി എനിക്ക് ഇവരായിട്ട്. എൻ്റെ ഇവർ സ്റ്റുഡൻസായിട്ട് അങ്ങനെ തന്നെയാണ്. പക്ഷേ എക്സ്പ്ലോർ ചെയ്ത് വീഡിയോ എടുത്ത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര നല്ല രീതിയിൽ മാക്സ്, നീ ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്നോട്ടാ. ഇനി ഉറങ്ങി അപ്പുറത്തെ വീടുണ്ട. വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നു. അവനത് തടസ്സമായി മാറി. കിടന്നറാ. ഇങ്ങോട്ട് നീങ്ങി എടുക്കും. ഇങ്ങോട്ട് എടുക്കറ, അല്ലെങ്കിൽ അങ്ങോട്ട് വീഴൂട്ടാ. ഇപ്പം രണ്ടു വട്ടം വീണ്. ഭയങ്കര രസമുണ്ട് വീഴ്ചയാണ്. ഇരുന്നൂറ് കെടുക്കറാടന്മാരിയായിരിക്കും മരപ്പറ്റി. സോറി, കണ്ണിലോട്ട് ഫ്ലാഷ് അടിച്ചിട്ടാടാ. മരപ്പറ്റി നീ ഉറങ്ങാൻ പറയുന്ന പാപം ചോദിക്കുന്നുണ്ടാവും. കിടന്നോ, ഉറങ്ങി. ഇനി വീഴാണ്ട് മര്യാദയ്ക്ക് കിടന്നുള്ള. നിൻ്റെ ഉറക്കത്തിൽ മെത്തയിലാണ്, അവിടെ പുല്ലിലാണെന്നുള്ള ഭാവത്തിൽ കിടന്ന് മറിയായിരിക്കും. അപ്പോൾ വീഴ ചെയ്യുക. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇങ്ങനെ കിടക്കാം. പേടിയുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കുന്നുണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കറ മാക്രിയെ. ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് കിടന്നേ. ഇങ്ങനെ കിടന്നു കൂടാ. അപ്പോൾ അങ്ങോട്ട് വീഴുമെന്നുള്ള പേടി വേണ്ടല്ലോ. സ്നേഹപ്രകടന ഈ ബുദ്ധി പറഞ്ഞതിന് ഇത്ര വലിയ നന്ദിയൊന്നും വേണ്ട. കിടന്നോ.